അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അഥാ തൃതീയ സ്കന്ധ 12-ോऽധ്യായം. രാജോവാച വദ യജ്ഞവിധിം സമ്യക് ദേവ്യാസ്തസ്യാ സമന്തത. ശ്രുത്വാ കരോമ്യഹം സ്വാമിൻ യഥാശക്തി ഹ്യതന്ത്രിത. പൂജാവിധിം ച മന്ത്രാംശ്ച ഹോമദ്രവ്യമസംശയം. ബ്രാഹ്മണാ കതിസംഖ്യാശ്ച ദക്ഷിണാശ്ച തഥാ പുനഃ. വ്യാസ ഉവാച ശൃണുരാജൻ പ്രവക്ഷ്യാമി ദേവ്യാ യജ്ഞം വിധാനതാം. ത്രിവിധം തു സദാ ജ്ഞേയം വിധിദൃഷ്ടേന കർമ്മണ. സാത്വികം രാജസം ചൈവ താമസം ച തഥാ പരം. മുനീനാം സാത്വികം പ്രോക്തം നൃപാണാം രാജസം സ്മൃതം. താമസം രാക്ഷസാനാം വൈ ജ്ഞാനിനാം തു ഗുണോജ്ജിതം. വിമുക്താനാം ജ്ഞാനമയം വിസ്തരാൽ പ്രബ്രവീമി തേ. ദേശകാലസ്തഥാ ദ്രവ്യം മന്ത്രാംശ്ച ബ്രാഹ്മണാസ്തഥാ. ശ്രദ്ധാ ച സാത്വികീ യത്ര തം യജ്ഞം സാത്വികം വിദു. ദ്രവ്യശുദ്ധി ക്രിയാശുദ്ധി മന്ത്രശുദ്ധിശ്ച ഭൂമിപ. ഭവേദ്യതി
തദാ പൂർണ്ണം ഫലം ഭവതി നാന്യഥാ. അന്യായോപാർജിതേനൈവ കർത്തവ്യം സുകൃതം കൃതം ന കീർത്തിരിഹ ലോകേ ച പരലോകേ ന തദ്ഫലം. തസ്മാന്യായാർജിതേനൈവ കർത്തവ്യം സുകൃതം സദാ യശസേ പരലോകായ ഭവത്യേവ സുഖായ ച. പ്രത്യക്ഷം തവ രാജേന്ദ്ര പാണ്ഡവൈസ്തു മഖകൃത രാജസൂയ ക്രതുവര സമാപ്ത വരദക്ഷിണ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 കൂടിയുള്ള 10 ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷയാണ് ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവ് പറഞ്ഞു, ദേവിയുടെ യജ്ഞത്തിലായി അനുഷ്ഠിക്കും വിധികളെ പറയണേ യഥാശക്തി അനുഷ്ഠിച്ചിടാൻ. പൂജാമന്ത്രം ഹോമദ്രവ്യം ഇവയെ കുറിച്ചു ചൊല്ലൂ. വിപ്രരത്ര അവർക്കുള്ള ദക്ഷിണയത്ര. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ദേവി യജ്ഞം വിധി പോലെ വിസ്തരിക്കാം കേട്ടുകൊള്ളൂ. അനുഷ്ഠാനമനുസരിച്ചിവ 3 സാത്വികം രാജസം പിന്നെ താമസം മുനിമാരുടെ. സാത്വികം രാജാക്കന്മാർക്കു രാജസമല്ലോ. രാക്ഷസർക്കു താമസവും ജ്ഞാനികൾക്കു നിർഗുണവും. വിമുക്തർക്കു ജ്ഞാനമയം വിസ്തരിച്ചിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേശം കാലം മന്ത്രം ദ്രവ്യം ബ്രാഹ്മണർ സാത്വിക ശ്രദ്ധ ഇവ ചേർന്നാൽ സാത്വികമാം യജ്ഞമായിടും. ദ്രവ്യശുദ്ധി ക്രിയാശുദ്ധി
മന്ത്രശുദ്ധിയൊത്തു ചേർന്നാൽ പൂർണ്ണഫലം ലഭിച്ചിടും, സംശയം വേണ്ട. അന്യായമായി ആർജിച്ചതാം ദ്രവ്യത്താലെ പുണ്യകർമ്മം ചെയ്താലും മതി ലോകത്തിൽ കീർത്തി നൽകില്ല. പരലോകത്തിലുമതു ഒരുവിധ ഫലത്തെയും നൽകുകയില്ല എന്നതും അറിഞ്ഞിടുക. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ലോകത്തിൽ യശസ്സും പരലോകം തന്നിൽ സുഖത്തെയും ലഭിക്കുവാൻ ന്യായമായി ആർജിച്ച ധനം ഉപയോഗിച്ചിട്ടു വേണം പുണ്യകർമ്മം ചെയ്തിടുവാൻ എന്നതും അറിഞ്ഞിടുക. സംശയം വേണ്ട. പാണ്ഡവർ തൻ രാജസൂയം അങ്ങേക്കു അറിയാമല്ലോ. യാഗാന്ത്യത്തിലുത്തമമാം ദക്ഷിണ നൽകി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 219 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. ഇപ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാനം പ്രഭാഷണ രൂപത്തിൽ നിർവഹിക്കുന്നതും. അംബായജ്ഞവിധിയെക്കുറിച്ചാണ് ഈ അധ്യായം വിചാരം ചെയ്യുന്നത്. അവിടെ രാജാവിൻ്റെ ചോദ്യം, വധയജ്ഞവിധിം സമ്യക് ദേവ്യാസ്തസ്യാ സമന്തത ശ്രുത്വാ
കരോമ്യഹം സ്വാമിൻ യഥാശക്തി ഹ്യതന്ത്രിത പൂജാവിധിം ച മന്ത്രാംശ്ച ഹോമദ്രവ്യം അസംശയം ബ്രാഹ്മണ കതിസംഖ്യാശ്ച ദക്ഷിണാശ്ച തഥാ പുന. ഹേ പ്രഭോ, വദ യജ്ഞവിധിം. ആ യജ്ഞവിധിയെക്കുറിച്ച് പറയൂ. ഏത് യജ്ഞവിധിയാണ്? ഭഗവതിയായ ജഗദംബികയുടെ യജ്ഞം. ആ യജ്ഞത്തിൽ അനുഷ്ഠിക്കേണ്ട ഉചിതമായിരിക്കുന്ന ആ വിധിയെക്കുറിച്ച് യഥാവിധി എനിക്ക് പറഞ്ഞു തരൂ. അത് കേട്ട് എനിക്ക് യഥാശക്തി ശ്രുത്വാ കരോമ്യഹം, കേട്ടിട്ട് ഞാൻ ചെയ്യും. എന്ത്? ആ സ്വാമിനിയെ യഥാശക്തി ശ്രദ്ധയോടെ അത് അനുഷ്ഠിക്കണം. അതിനുവേണ്ടി എനിക്കത് പറഞ്ഞു തരൂ. പൂജാവിധി, മന്ത്രങ്ങൾ, ഹോമദ്രവ്യങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും സംശയമില്ലാത്ത തരത്തിൽ എനിക്ക് പറഞ്ഞു തരണം. പൂജാവിധിഞ്ച മന്ത്രാംശ്ച ഹോമദ്രവ്യം അസംശയം ബ്രാഹ്മണ കതിസംഖ്യാശ്ച. ബ്രാഹ്മണര്, ഇതിൽ പങ്കെടുക്കാനുള്ള ഋത്വിക്കുകൾ ബ്രാഹ്മണര് എത്ര പേര് വേണം? അതേപോലെ ദക്ഷിണാശ്ച, അവർക്ക് കൊടുക്കേണ്ട ദക്ഷിണ ഓരോരുത്തർക്കും ഇത്രയെങ്കിലും വേണം എന്നാണ് പറയുക. അതിൽ കൂടുതലായിട്ട് കുഴപ്പമില്ല, കുറയാൻ പാടില്ല എന്ന രീതിയിലാണ്. ഇവിടെയും ആ ദക്ഷിണ എത്രയാണ് എന്ന് അവിടെ രാജാവ് ചോദിക്കണു. ആ ചോദ്യത്തിന് മറുപടിയായി വേദവ്യാസൻ സംസാരിക്കുകയാണ്. വേദവ്യാസൻ പറഞ്ഞു തുടങ്ങണു. ശൃണു രാജൻ, ഹേ രാജാവേ കേട്ടാലും. പ്രവക്ഷ്യാമി ദേവ്യാ യജ്ഞം വിധാനത. ആ വിധിയാമണ്ണമുള്ള ദേവിയുടെ യജ്ഞത്തെക്കുറിച്ച്, അംബായജ്ഞത്തെക്കുറിച്ച് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം, വിസ്തരിക്കാം. ത്രിവിധം തു സദാജ്ഞേയം വിധിദൃഷ്ടേന കർമ്മണം. അനുഷ്ഠാന വിധി അനുസരിച്ച്, അനുഷ്ഠിക്കുന്നവരുടെ പ്രത്യേകത അനുസരിച്ച് ഒക്കെ തന്നെ ഈ യജ്ഞം 3 തരത്തിലുണ്ട് എന്ന് പറയാറുണ്ട്. സാത്വികം, രാജസം ചൈവ താമസം ച തഥാപരം. സാത്വികമായത്, രാജസമായത്, താമസമായത്, അങ്ങനെ 3 വിധത്തിൽ. സത്വഗുണം കൂടുമ്പോൾ സാത്വികം, രജോ ഗുണം കൂടുമ്പോൾ രാജസം, തമോ ഗുണം കൂടുമ്പോൾ താമസം. അല്ലേ? മുനീനാം സാത്വികം പ്രോക്തം. മുനിമാര് ഒരു സത്വഗുണ പ്രധാനികളാണ്. അല്ലേ? അപ്പൊ അവർ ചെയ്യുന്ന യജ്ഞത്തെ സാത്വിക യജ്ഞം എന്ന് പറയും. നൃപാണാം രാജസം സ്മൃതം. രാജാക്കന്മാരുടെയോ അവർ ചെയ്യുന്ന യജ്ഞങ്ങൾ അത് രാജസമാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ താമസം എന്താണ്? താമസം രാക്ഷസാനാം വൈ. രാക്ഷസന്മാർ ചെയ്യുന്ന യജ്ഞത്തെ താമസം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ജ്ഞാനികളുടേത്, ജ്ഞാനിനാം തു ഗുണോജ്ജിതം, ജ്ഞാനികളുടേത് ഗുണരഹിതമാണ്. വിമുക്തന്മാരുടേതോ അവരുടേത് ജ്ഞാനമയമാണ്. അപ്പോൾ ഓരോന്നും വിസ്തരിച്ച് ഞാൻ അങ്ങയോട് പറയാം, അങ്ങയ്ക്ക് പറഞ്ഞു തരാം, കേട്ടോളൂ. ദേശകാലസ്തഥാ ദ്രവ്യം മന്ത്രാംശ്ച ബ്രാഹ്മണാസ്തഥാ ശ്രദ്ധാച സാത്വികീയത്ര തം യജ്ഞം സാത്വികം വിദ്. ഏതാണ് സാത്വികമായിട്ടുള്ള യജ്ഞം എന്നാണെങ്കിൽ, സാത്വികമായിട്ടുള്ള ദേശം, സാത്വികമായിട്ടുള്ള കാലം, സാത്വികമായിട്ടുള്ള ദ്രവ്യം, സാത്വികമായിട്ടുള്ള മന്ത്രങ്ങൾ, സാത്വികരായിട്ടുള്ള ബ്രാഹ്മണർ, സാത്വികമായ ശ്രദ്ധ. ഇത് എവിടെയാണോ ഉള്ളത് ആ യജ്ഞം സാത്വികമായിരിക്കുന്നതാണ്. അപ്പോ കാശി തുടങ്ങിയ ദേശങ്ങൾ, അല്ലേ, അത് ശ്രേഷ്ഠമായിട്ടുള്ള ദേശമാണ്. കാലത്തിന്റെ കാര്യം പറയുമ്പോഴോ പൊതുവിൽ നല്ലത് ഉത്തരായന കാലമാണ് എന്ന് പറയും. അപ്പൊ ഉത്തരായനം തുടങ്ങിയ സമയം. അതേപോലെ തന്നെ ന്യായമായി ആർജിച്ച ദ്രവ്യം കൊണ്ട്, അധർമ്മമായി ആർജിച്ച ധനം കൊണ്ടല്ല, ന്യായമായി നേടിയെടുത്ത ദ്രവ്യം കൊണ്ട് ചെയ്താൽ അത് സാത്വികം. വൈദിക മന്ത്രം അത് തന്നെ, ആ വളരെ വിശേഷമായിട്ടുള്ള വൈദിക മന്ത്രങ്ങൾ, സാത്വികമായിട്ടുള്ള മന്ത്രങ്ങൾ, സാത്വികരായിട്ടുള്ള വേദജ്ഞർ ഒക്കെ ചൊല്ലുമ്പോൾ അത് സാത്വികമാവും. ആസ്തിക്യ ബുദ്ധി, നാസ്തികനും ആസ്തികനുമുണ്ട്, അല്ലേ? അപ്പൊ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഭഗവാനെ വിചാരിച്ചു ചെയ്താൽ അത് സാത്വികമായിട്ടുള്ള യജ്ഞമായിരിക്കും. പിന്നെ ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മന്ത്രശുദ്ധിശ്ച ഭൂമിപ. അപ്പൊ ഇത് 3 ചേർന്നിട്ടുണ്ടെങ്കിൽ, ദ്രവ്യശുദ്ധി, അതേപോലെ ക്രിയയുടെ ശുദ്ധി, മന്ത്രത്തിന്റെ ശുദ്ധി, ഇത് 3 ചേർന്നിട്ടുണ്ടെങ്കിൽ
ഭവേദ്യതി തഥാപൂർണം ഫലം ഭവതി നാന്യഥ. പരിപൂർണമായ ഫലം ലഭിക്കും. ഇതിൽ ഒരിക്കലും സംശയിക്കേണ്ട, നിസ്സംശയം പറയാം. നമ്മൾ വേണ്ട പോലെ ചെയ്താൽ വേണ്ട പോലെ അതിൻ്റെ ഫലം ലഭിക്കും. എന്നാൽ അന്യായോപാർജിതേനൈവ, അന്യായമായി ആർജിച്ച ദ്രവ്യം കൊണ്ട് കർത്തവ്യം സുകൃതം കൃതം, ഏത് പുണ്യകൃത്യം ചെയ്താലും ന കീർത്തിരിഹ ലോകേ ച പരലോകേ ന തദ്ഫലം. അയാൾക്ക് ഈ ലോകത്തിലും പരലോകത്തിലും കീർത്തി ലഭിക്കില്ല, അയാൾക്ക് ഫലം ലഭിക്കുകയും ഇല്ല. പിന്നെ തസ്മാന്യായാർജിതേനൈവ, അതുകൊണ്ട് അന്യായോപാർജിതമല്ല ന്യായോപാർജിതമായിരിക്കുന്ന ധനം കൊണ്ട് കർത്തവ്യം സുകൃതം സദാ, യശസ്സും അതേപോലെ പരലോകത്തിൽ സുഖവും ഉണ്ടാകുന്നതിന് വേണ്ടി ന്യായമായ മാർഗത്തിലൂടെ ആർജിച്ച ധനം കൊണ്ടുവേണം യജ്ഞം ചെയ്യാൻ. യശസ്സേ പരലോകായ ഭവത്യേവ സുഖായ ച. പിന്നെ എന്നിട്ട് പറയുകയാണ്, പ്രത്യക്ഷം തവ രാജേന്ദ്ര, അല്ലയോ രാജാവേ, അങ്ങക്ക് അറിവുള്ളതാണല്ലോ. പാണ്ഡവൈസ്തു മഖകൃത, പാണ്ഡവന്മാര് വലിയൊരു രാജസൂയ യജ്ഞം നടത്തി ഇല്ലേ? രാജസൂയ ക്രതുവര, ഈ യജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് രാജസൂയം. അതുകൊണ്ടാണ് ക്രതുവരഹ എന്ന് പറഞ്ഞത്. ആ സമയത്ത് അതിൻ്റെ സമാപന സമയത്ത് നിരവധി ആളുകൾക്ക് വളരെ ശ്രേഷ്ഠമായ ദക്ഷിണ, ധാരാളം ദക്ഷിണ, വരദക്ഷിണ എന്നാണ്. അപ്പം അതൊക്കെ കൊടുത്തു. അങ്ങക്ക് അറിയാലോ എന്ന് പറയുന്ന 10ാമത്തെ ശ്ലോകം കൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നമ്മൾ സമർപ്പിക്കുകയാണ്. എന്നിട്ട് രാജസൂയത്തിന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയുകയാണ്. അതൊക്കെ നമ്മൾ നാളെയാണ് അനുസ്മരിക്കുക. നാളെ ഒരു വർഷത്തിൻ്റെ, ഇംഗ്ലീഷ് കലണ്ടർ വർഷത്തിൻ്റെ അവസാനം കൂടിയാണ്. ഒരു പുതുവർഷത്തിലേക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് പരിപൂർണനായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവട്ടെ, ആ അമ്മയിൽ, മാതൃവാത്സല്യത്തിൻ്റെ പ്രതീകമായ അമ്മയിൽ പുത്രഭാവം നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.